അടൂരിലെ വിവാദ വാഹനപ്പിഴയിലെ നടപടിയിൽ പ്രതിഷേധവുമായി മോട്ടോർ വാഹന വകുപ്പ്. ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ ഗതാഗത നിയമലംഘനത്തിന് വാഹനങ്ങൾ പിടിച്ചാലും പിഴ ഈടാക്കേണ്ട എന്നാണ് തീരുമാനം. സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കും വരെ നിസ്സഹകരണത്തിന് ആഹ്വാനം ചെയ്ത ഉദ്യോഗസ്ഥർ അമിതാധികാരം പ്രയോഗിച്ചതുകൊണ്ടാണ് നടപടിയെടുത്തതെന്നാണ് ഗതാഗത മന്ത്രിയുടെ ന്യായീകരണം. പ്രളയ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട വാഹനത്തിന് പിഴയിട്ടു എന്ന ആറന്മുള MLA അബിൻ വർക്കിയുടെ പരാതിയിലാണ് 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ സ്വകാര്യ ആവശ്യത്തിന് പോകുന്ന സമയത്ത് അടൂരിൽ വെച്ചാണ് വാഹനം പിടിച്ചതെന്ന് RTO കണ്ടെത്തിയിരുന്നു. ഗതാഗത കമ്മീഷണറേറ്റിൽ നിന്നും മേലധികാരികളിൽ നിന്നും വിവേചനമുണ്ടാകുന്നു എന്നാണ് ഉദ്യോഗസ്ഥ സംഘടനകളുടെ ആരോപണം. കറുത്ത ബാഡ്ജ് ധരിച്ച് ഡ്യൂട്ടിക്കെത്തണമെന്ന് കേരള മോട്ടോർ വെഹിക്കിൾസ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷനും ആഹ്വാനം ചെയ്തു. റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധിക്കണമെന്നും പിഴ ചുമത്താതെ മാറി നിൽക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു. എന്നാൽ ഉദ്യോഗസ്ഥർ അമിതാധികാരം പ്രയോഗിച്ചതിനാണ് നടപടിയെടുത്തതെന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. ഞാൻ രക്ഷാപ്രവർത്തനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു തവണ അയാളെ വെറുതെ വിടണ്ടേ? അയാൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല. സസ്പെൻഷൻ എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വളരെ വേഗം തന്നെ അതിലൊരു തീരുമാനമെടുക്കും. ഡ്രൈവർമാരുടെ അഭാവത്തിൽ ഉദ്യോഗസ്ഥർ ആ ഡ്യൂട്ടി ചെയ്യേണ്ടെന്നും ഉദ്യോഗസ്ഥ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ മാസം 22-ന് ഗതാഗത കമ്മീഷണറേറ്റിന് മുന്നിൽ ധർണ നടത്തും. ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണത്തിൽ സംസ്ഥാനത്ത് ഇന്ന് ആകെ 4 വാഹനങ്ങൾക്ക് മാത്രമാണ് ചെലാനിട്ടത്. കറുത്ത ബാഡ്ജ് ധരിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ മുന്നറിയിപ്പ്. മീഡിയ 1 തിരുവനന്തപുരം.